ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് എന്നിവയെ പറ്റിയാണ്. അതിനു മുൻപ് ഒരു ചെറിയ റിക്വസ്റ്റ്: പുതുതായി വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച് ഇൻവോൾവ്സ് quoting someone's exact words യൂസിങ് കൊട്ടേഷൻ മാർക്സ്. ഒരാളുടെ വാക്കുകൾ അതേപടി പറയുന്ന രീതിയാണ് ഡയറക്റ്റ് സ്പീച്ച്. എക്സാമ്പിൾ: ഷീ സെഡ് ഐ വിൽ ബി ദർ. ഇതിൻ്റെ പഞ്ച്വേഷൻ നോക്കുക. റിപ്പോർട്ടിംഗ് വേർഡിന് ശേഷം കോമ, പിന്നെ അയാൾ പറഞ്ഞ വാക്കുകൾ അതേപടി കൊട്ടേഷൻ മാർക്കിൽ കാണിച്ചിരിക്കുന്നു. ഇനി ഇൻഡയറക്റ്റ് സ്പീച്ച് നോക്കാം. ഇൻഡയറക്റ്റ് സ്പീച്ച് ഈസ് സ്പീച്ച് വിച്ച് ടെൽസ് യു വാട്ട് സമ്മൺ സെഡ് ബട്ട് ഡസ് നോട്ട് യൂസ് ദ പേഴ്സൺസ് ആക്ച്വൽ വേർഡ്സ്. ഒരാൾ പറഞ്ഞ അതേ വാക്കുകൾ ഉപയോഗിക്കാതെ അയാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ വാക്കുകളിൽ പറയുന്നു. എക്സാമ്പിൾ: ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബി ദർ. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഈ പറയുന്ന റൂൾസ് ഓർമ്മിക്കണം. പ്രൊനൗൺ ചേഞ്ച്. റീപ്ലേസ് പ്രൊനൗൺ ഇൻ ദ ഡയറക്റ്റ് സ്പീച്ച് വിത്ത് ദ അപ്രോപ്രിയേറ്റ് വൺ ഇൻ ദ റിപ്പോർട്ടഡ് സ്പീച്ച്. Change verb tense. Adjust the verb tense based on the context and the reporting verb. Example: present becomes past. A directil, she said I like chocolate. അത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ she said that she liked chocolate. Present continuous becomes past continuous. Example: direct speech. They said we are working on a project. അത് indirect speech ആക്കുമ്പോൾ they said that they were working on a project. Reporting verb. Choose appropriate reporting verb like said, told, asked, etc. based on the nature of original statement. Remove quotation marks. Indirect speech does not use quotation marks. ഇതൊക്കെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. Thanks for watching.